ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്നലെയും ഇന്നുമായിട്ട് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഫെബ്രുവരി മാസം 15-ാം തീയതിയും 16-ാം തീയതിയും ഈ 2 ദിവസങ്ങളിൽ OTT റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും, അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ആസിഫ് അലിയും അതുപോലെ തന്നെ അനുശ്വരാജനൊക്കെ പ്രധാന വേഷം കൈകാര്യം ഈ വർഷത്തെ ഏറ്റവും മികച്ചൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. മാർച്ച് മാസം 14-ാം തീയതി ഓഡി ലിവിൽ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തുള്ള അവർ ഒഫീഷ്യലായിട്ട് ഡേറ്റൊക്കെ അനൗൺസ് ചെയ്തതായിരുന്നു. പക്ഷേ 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു അനൗൺസ്മെൻറ്റ്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുള്ളത് മാർച്ച് മാസം 7-ാം തീയതിയിലേക്കാണ് ഈ ഒരു സിനിമയുടെ റിലീസ് മാറ്റിയിട്ടുള്ളത്. ഒരാഴ്ച നേരത്തെ തന്നെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് അവർ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ട് റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി വേറെ അപ്ഡേറ്റുകൾ വേറെ ഡേറ്റ് മാറുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ വന്നിട്ടുള്ളത് മാർച്ച് മാസം 7-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ളതാണ്. അടുത്ത സിനിമ നമ്മുടെ ബാലയുടെ മാസ് ആക്ഷൻ തെലുങ്ക് മൂവിയായിരുന്നു ഡാങ്കു മഹാരാജ് എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉള്ളത്. ഫെബ്രുവരി മാസം 21-ാം തീയതി തെലുങ്ക് ഭാഷയിൽ ഈ സിനിമയുടെ റിലീസ് ഉണ്ടാകുന്നുള്ള അപ്ഡേറ്റ് അവർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റ് ഭാഷയിൽ ഉണ്ടാകുന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഒരു മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ കിച്ച സുദീപിൻ്റെ മാക്സ് എന്ന സിനിമയാണ്. മാസ് ആക്ഷൻ മൂവിയാണ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു മാക്സ് എന്ന കന്നഡ മൂവി. സീഫയിൽ ഈ ഒരു സിനിമ കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു സ്വർഗ്ഗം എന്ന് പറഞ്ഞ സിനിമ. ഇതിന് മുമ്പേ ഈ സിനിമ സൺനെക്സിൽ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആമസോൺ പ്രൈമിലും മാക്സിൽ ഈ സിനിമയുടെ റിലീസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഗുഡ് ഹാഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ദ പെൻഗ്വിൻ ആൻഡ് ദ ഫിഷർമാൻ എന്ന് പറഞ്ഞൊരു ഫാമിലി അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ്. വിഷൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ മൾട്ടി ഓഡിയോ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വാർ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വൈറ്റ് ബേർഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഫെയറി ഫോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് ദ വൈറ്റ് ലോട്ടസ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ 3-ാമത്തെ സീസണാണ്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു കോമഡി ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ ഒരു സീരീസിൻ്റെ റിലീസ് ഉള്ളത്. അതായത് ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഈ ഒരു സീരീസിൻ്റെ റിലീസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലെ സിനിമകൾ, സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും